സ്വന്തമായിട്ട് ആഹാരം കഴിച്ച പ്ലേറ്റ് കഴുകി വെച്ചെന്നുള്ളൊരു പേരിൽ MA ബേബി എന്നുള്ളൊരു വ്യക്തിക്ക് കിട്ടുന്ന ഒരു ട്രോള് കണ്ടിട്ട് വിഷമമാണ് തോന്നുന്നത്. രാഷ്ട്രീയമൊക്കെ മാറ്റി വയ്ക്കട്ടെ, പക്ഷേ അദ്ദേഹം ചെയ്തതിൽ എന്താണ് തെറ്റ്? അത് ഞാൻ പറയാനുള്ള കാരണമുണ്ട്. ഞാൻ ഈ പാരൻറ്റിങ് ബുക്ക് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ അതിനെക്കുറിച്ച് ഒരു ബുക്ക് റിലീസ് ചെയ്യുന്നുണ്ട്. എൻ്റെ വീഡിയോ കോഴ്സ് ഇപ്പോൾ ഉടനെ വരുന്നുണ്ട്. ആ സമയത്ത് ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്. എത്രയും വേഗം പറ്റുമോ അത്രയും വേഗം കുട്ടികളെ പഠിപ്പിക്കേണ്ട ഒരു കാര്യം സ്വന്തം കാര്യങ്ങൾ സ്വന്തമായിട്ട് ചെയ്യണം എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ജീവിക്കുന്നത് 2026 കാലഘട്ടമാണ്. ആ ഒരു സമയത്ത് എല്ലാ കാര്യവും സ്വന്തമായിട്ട് ചെയ്യണം. ഒരു കൊച്ചുകുട്ടി, ഒരു 3 വയസ്സിൽ 4 വയസ്സുള്ള കുട്ടിയെ കൊണ്ട് തന്നെ അവർ കിടന്ന ബെഡ്ഷീറ്റ് മടക്കി വയ്ക്കാനായിട്ട് പഠിപ്പിക്കണം. അവരിട്ട ഉടുപ്പ് കഴുകാനൊന്നും പറ്റില്ല, പക്ഷേ അറ്റ്ലീസ്റ്റ് ആ ഒരു മോശമായിട്ടുള്ള മുഷിഞ്ഞ വസ്ത്രങ്ങൾ ഒരു കൊട്ടയിലോട്ട് ഇടാനെങ്കിലും പഠിപ്പിക്കണം. കഴുകാനുള്ള പ്രായം ആകുന്ന സമയത്ത് അത് കഴുകാൻ കുട്ടിയെ പഠിപ്പിക്കണം. അതുപോലെ തന്നെ പാത്രം സ്വന്തമായിട്ട് ആഹാരം എടുത്ത് വിളമ്പി കഴിക്കാൻ പഠിപ്പിക്കണം. ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ ആ പാത്രം കഴുകി വയ്ക്കാൻ കുട്ടികളെ പഠിപ്പിക്കണം. താഴെ നിലത്ത് ഫുഡ് താഴെ വീണ് കഴിഞ്ഞാൽ അത് സ്വന്തമായിട്ട് എടുത്തു വയ്ക്കാൻ പഠിപ്പിക്കണം. കളിച്ചിട്ട് കളിപ്പാട്ടങ്ങളൊന്നും വാരി വലിച്ചിടാതെ അത് കൃത്യമായി അടുക്കി വയ്ക്കാൻ കുട്ടികളെ പഠിപ്പിക്കണം. അങ്ങനെയുള്ള ബാധ വരാതെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ഇത്രയും പ്രായമുള്ളൊരു വ്യക്തി സ്വന്തം പ്ലേറ്റ് കഴുകി എന്ന് പറഞ്ഞ് ഇത്രയധികം കളിയാക്കലുണ്ടാകുന്നത്. ഇത് ചെറുപ്പത്തിലെ പഠിക്കാതെ പോയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് പറഞ്ഞാൽ ഇതുപോലെ സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് മറ്റുള്ളവരെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. അവർക്ക് ജീവിതത്തിൽ ഒരു കാര്യം അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അവർക്കെല്ലാം മറ്റുള്ളവർ ചെയ്തു കൊടുത്താൽ മാത്രമേ എല്ലാം പെർഫെക്റ്റ് ആവുള്ളൂ. ആ രീതിയിലായിരിക്കും അവർ ജീവിക്കുന്നത്. ഇപ്പോഴത്തെ സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും ഇതൊന്നും പഠിക്കാതെ എല്ലാ മാതാപിതാക്കളാണ് ചെയ്തു കൊടുക്കുന്നതെങ്കിൽ അതൊരു പ്രശ്നമായിട്ട് മാറും. അത് തന്നെയാണ് ഇപ്പോഴത്തെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഉറപ്പായിട്ട് നമ്മൾ തിരുത്തേണ്ട ഒരു കാര്യമാണ് അദ്ദേഹം കാണിച്ചു തരുന്നത്. അതായത് സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യണമെന്നുള്ള ഒരു കാര്യമാണ്. അതിനെ സ്വാഗതം ചെയ്യുകയാണ് നമ്മൾ ചെയ്യേണ്ടത്.